ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് റവ വെച്ചിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ റവയും ശർക്കരയും ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണെന്ന് പറയാം. മക്കൾക്കൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നെയ്യൊന്നും വേണ്ട കേട്ടോ, ഈ റെസിപ്പിക്ക് വളരെ കുറച്ച് നെയ്യ് മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരിയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഈ നെയ്യിലൊന്ന് വറുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം, കാരണം ഇത് അവസാനമാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഞാനിതൊക്കെ വറുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് റവയാണ്. അപ്പോൾ 1/2 കപ്പ് എന്ന് പറയുന്നത് 120 ml കപ്പിലാണ് കേട്ടോ റവ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, രണ്ടാണെങ്കിലും നമ്മൾ ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്ത റവയാണെങ്കിൽ അധികം നേരം വറുക്കണ്ട, ചെറുതായിട്ടൊന്ന് ആ നെയ്യിലൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടും. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിങ്ങനെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ റവയൊക്കെ അത്യാവശ്യം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ചിരകിയിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ തേങ്ങയും നമ്മളിതുപോലെ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് വറുക്കുന്നുണ്ട്, കാരണം അതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് തേങ്ങ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ കേടാവില്ല ഇരുന്നാലും. അപ്പോൾ തേങ്ങയും ചെറുതായിട്ട് ആ നെയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരയാണ്. അപ്പോൾ ശർക്കര ചേർക്കുന്നത് ഒരു 1/2 കപ്പ് ശർക്കര നമ്മളെടുത്തിട്ട്, അതായത് 1/2 കപ്പ് എന്ന് പറയുന്നത് 120 ഗ്രാം ശർക്കര എടുത്തിട്ട് അധികം വെള്ളം ചേർക്കാതെ ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. വെള്ളം ചേർക്കുകയാണെങ്കിൽ തന്നെ 1-2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി, കാരണം നമുക്ക് നല്ല കട്ടിയുള്ള ഇതുപോലത്തെ ശർക്കര പാനിയാണ് വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള പാനിയാണ് കിട്ടുക. അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ശർക്കര ഗ്രേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ചേർത്താലും മതി. ഇപ്പോൾ ശർക്കര ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പാലാണ്. അപ്പോൾ 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് പാലെന്നുള്ള അളവിലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ 240 ml പാല് ചേർത്തിട്ടുണ്ട്. പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ റവ ആ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ റവയൊക്കെ വെന്ത് കിട്ടും കേട്ടോ പാലിൽ കിടന്നിട്ട്. എന്നിട്ട് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റും, നമ്മൾ അവസാനം കുറച്ച് നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും, അതുപോലെ തന്നെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് ഇത് വിട്ട് വരും. നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിഷ്ടമുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ ഈ ഒരു സ്വീറ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിട്ട് കൊടുത്തിട്ട് അങ്ങ് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറച്ച് കഴിയുമ്പോൾ കട്ടിയായി പോവും. എന്നിട്ട് ഒരു സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അത് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ നന്നായി ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിലും കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചിട്ടെടുക്കാം. അപ്പോൾ ശരിക്കും ഒരു ബർഫിയൊക്കെ പോലെ തന്നെയാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്, റവയും ശർക്കരയും പാലൊക്കെ ആയിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അതുപോലെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്